ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പോസ്റ്ററാണ്. അതിനായിട്ട് ഞാൻ ക്യാൻവ ഓപ്പൺ ചെയ്ത് ക്യാൻവയിൽ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് യുവർ കണ്ടൻറ് എന്നുള്ളിടത്ത് ഞാൻ ഓൺലൈൻ കോഴ്സ് എന്ന് സെർച്ച് ചെയ്യുന്നു കേട്ടോ. എനിക്കിന്ന് ഉണ്ടാക്കേണ്ടത് ഒരു ഓൺലൈൻ മദ്രസ ട്യൂഷൻ്റെ പോസ്റ്ററാണ്. അപ്പോൾ അതെങ്ങനെ ക്യാൻവ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുന്നു കേട്ടോ. ശേഷം നമുക്ക് ഇപ്പോൾ ഇതിൽ ഫോട്ടോ, ഇപ്പോൾ മദ്രസ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ അല്ല വേണ്ടത്. അപ്പം ഞാൻ ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്തു ശേഷം ഡിലീറ്റ് ഇമേജ് ചെയ്യുന്നു കേട്ടോ. ആ ഒരു ഇമേജ് ഡിലീറ്റ് ചെയ്തു ശേഷം ഒരു കുട്ടിയുടെ ഫോട്ടോ കൊണ്ടുവരാനായിട്ട് നമുക്കിതിൽ അപ്ലോഡിൽ പോയിട്ടൊരു ഫോട്ടോ ഇതിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം നമ്മളെ ഗാലറിയിൽ നിന്ന്. അതെല്ലാം എന്നുണ്ടെങ്കിൽ ക്യാൻവയിൽ ഒരുപാട് സ്റ്റോക്ക് ഇമേജ് കിട്ടും. അതിനായിട്ട് എലമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാം. അതിൽ സെർച്ച് എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യാം. അതിൽ ഫോട്ടോസിൽ നമുക്ക് എന്ത് ഫോട്ടോ വേണ്ടത് നമ്മൾ സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇസ്ലാമിക് സ്റ്റുഡൻറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ഫോട്ടോസ് കിട്ടും. നമുക്ക് ഏതൊരു ഫോട്ടോ ആണ് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സ്റ്റഡിങ് ഇൻ ഓൺലൈൻ അടിച്ചോട്ടെ കേട്ടോ. സ്റ്റഡിങ് ഇൻ ഓൺലൈൻ. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഏതൊരു ഫോട്ടോ നമുക്ക് വേണ്ടത് നമ്മളെന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ഫോട്ടോ നേരത്തെ റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജിൻ്റെ ഫ്രെയിമിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഇനി അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് മാറ്റണം. ഓൺലൈൻ കോഴ്സ് എന്നുള്ളിടത്ത് മദ്രസ ട്യൂഷൻ എന്നാണ് ടൈപ്പ് ചെയ്യാണ്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് മലയാളം ടൈപ്പിംഗ് കീബോർഡ് ഉപയോഗിക്കാം. മദ്രസ ട്യൂഷൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റ് അലൈൻമെൻറ്റിൽ വരിക. അതിനായിട്ട് ഈ ഫോണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. പക്ഷെ മേലേക്ക് ഒരു ആരോ ഉണ്ടാവും. ആ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ പക്ഷെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് MLU ഫോണ്ട് കാണാം. ഉണ്ടല്ലേ, MLU അല്ലാത്തതുകൊണ്ട് കേട്ടോ. ഇത് കന്നഡ ഫോണ്ടാണ്. അതുപോലെ താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ടുകൾ കാണാം. ഏതൊരു ഫോണ്ട് വേണ്ട നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് ഫോണ്ട് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ട് ബോൾഡായിട്ടുള്ള ഈ ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്തു. ഓൺലൈൻ നോക്കട്ടെ കേട്ടോ. ഓൺലൈൻ സ്പേസ് കൊടുത്തു. ശേഷം ഇതൊന്ന് വലുതാക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് മൊബൈലിൻ്റെ നമ്പർ ചേർക്കാനായിട്ട് ഈ ഒരു നമ്പർ ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നമ്പർ എന്ത് ചെയ്യാൻ അവിടെ ചേർക്കാവുന്നതാണ്. ഓക്കെ, നമ്പർ ചേർത്ത് ഇവിടെ ഇമെയിൽ ID നമുക്ക് അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഡിസൈൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഒരു ഇമേജ് എടുത്തിട്ട് ആ ഇമേജിലുള്ള കളറും അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു കേട്ടോ. അതിലുണ്ടാവും അപ്ലൈ കളർ ടു പേജ് എന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ മാറുന്നുണ്ടല്ലേ, ആ ഒരു ഇമേജിലുള്ള കളറായി മാറും. ഉണ്ടോ, ഇങ്ങനെ നമുക്ക് കളർ മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കളറായി സെലക്ട് ചെയ്തിട്ടോ. നമുക്കിവിടെ പ്രത്യേകതകളും കൊടുക്കട്ടോ. ഇവിടെ പ്രത്യേകതകൾ, റെഗുലർ ടെക്സ്റ്റുകൾ. ഈ ഒരു റെഗുലർ ടെക്സ്റ്റുകൾ എഴുതിയിട്ടുള്ള ഈ ഫോണ്ട് മാറ്റണം.
ഫോണ്ട് ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഈ ഫോണ്ട് എന്നുള്ളതിൽ പോരുക. ഇനി നമുക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത് ഒരു ഫോണ്ട് ഇത് സെലക്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു ഫോണ്ട് മലയാളം ഫോണ്ട് ക്യാൻവ പ്രോയിലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രോ എടുക്കാൻ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ അത് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ പ്രൈസിൽ ക്യാൻവ പ്രോ ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ സ്റ്റുഡൻസിനുള്ളൊരു ഓഫറാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അതല്ലെങ്കിൽ ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് നമുക്ക് ഇനിയും മാറ്റാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഈ വെബ്സൈറ്റ് ഡിസൈൻ എന്നുള്ള ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം റെഗുലർ ടെക്സ്റ്റുകൾ എന്നുള്ളതിൻ്റെ ഒരു ടെക്സ്റ്റുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഓപ്ഷൻ വരും. ആ ഡിലീറ്റിന് തൊട്ടപ്പുറത്ത് പ്ലസ് ഐക്കൺ കാണാം. അവിടെ ഒരു പ്ലസ് ഐക്കൺ, ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഫോണ്ട് തന്നെ ആയിരിക്കും. റെഗുലർ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു, ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി, ഇവിടെ വെക്കുന്നു. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി അതിലുള്ള ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതേ ഫോണ്ടിൽ കിട്ടും. അതിനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് ഇനി റെഗുലർ ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ഡിലീറ്റ് ആക്കുന്നു. ലൈവ് സെഷൻസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടോ. ഇനി വീഡിയോ എഡിറ്റ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്യുന്നു. ലൈവ് സെഷൻസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ആയിട്ട് വെക്കുന്നു കേട്ടോ. എന്നിട്ട് എഡിറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. പക്ഷേ ഈ ലൈവ് സെഷൻസ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്തു. മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടോ. ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ലെങ്ത് ആയിട്ട് തന്നെ ഈ ടെക്സ്റ്റ് കിട്ടുക ഉണ്ടല്ലേ. ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്യാം കേട്ടോ. ഞാൻ ബാക്കിയുള്ള ടെക്സ്റ്റും കൂടി ഇതേപോലെ തന്നെ ആഡ് ചെയ്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും വർക്കൊന്ന് ചെയ്തിട്ട് അയക്കാം കേട്ടോ. ശേഷം ഇത് സേവ് ചെയ്യാൻ നമുക്ക് 2 രൂപത്തിൽ സേവ് ചെയ്യാം. അതായത് ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. അതിൽ ഈ എക്സ്പോർട്ട് ഉണ്ടല്ലോ, ഈ ഓപ്ഷൻ ഡൗൺലോഡിന് അപ്പുറത്തുള്ള അത് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് JPG PNG PDF ഏതിലും ചെയ്യുക. ഞാനിവിടെ JPG സെലക്ട് ചെയ്യുന്നു. ശേഷം ക്വാളിറ്റി മാക്സിമം ഇൻക്രീസ് ചെയ്യുന്നു. ഇനി മലയാളം ഫോണ്ട്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, അങ്ങനെ ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സുള്ള ക്യാൻവയുടെ പ്രോ എഡിഷന് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ആവശ്യം വരും കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 75% ഡിസ്കൗണ്ടിൽ ചെയ്യാം കേട്ടോ.